ആ രവി, റിപ്പോർട്ട് റെഡി ആയില്ലേ? ദൂരദർശനിൽ നിന്ന് ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. സർ, ക്യുമുലസ് ക്ലൗഡിൻ്റെ റൈറ്റ് എഡ്ജിലുള്ള ആ ബ്ലാക്ക് സ്പോട്ട്, അപ്പോൾ അതിപ്പോൾ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാതെ, ഒരു ക്ലാരിറ്റി വരുത്താതെ. എൻ്റെ പൊന്ന് രവി, ആ ബ്ലാക്ക് സ്പോട്ടിന് അതിൻ്റെ വഴിക്ക് വിട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ബ്ലാക്ക് സ്പോട്ട് വരണമെന്നൊന്നുമില്ലല്ലോ. വരണമെന്നില്ല സാർ, പക്ഷെ വരാമല്ലോ. എന്ന് വരാൻ? അല്ല, അങ്ങനെയല്ല, നമ്മൾ ആ കാര്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടല്ലോ. സർ, പിന്നെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണത്തെക്കുറിച്ച് വളരെ സസൂക്ഷ്മമായി സമഗ്രമായി പഠിക്കാൻ കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അവർക്ക് എൻട്രി അനുവദിക്കാമോ? അനുവദിച്ചോളൂ. പക്ഷെ രവി, പഠിപ്പിച്ച് അവരെ വെറുപ്പിക്കരുത് കേട്ടോ. പാവം ചെറിയ കുട്ടികളല്ലേ. കളക്ടറെ വിളിക്കുന്നു. അയ്യോ, ഒന്ന് ഞാൻ അവിടെ ഇരിക്കേ, രവിയും കൂടെ കേൾക്കേണ്ടതാ. ഇത് കേട്ടിട്ട് പോ. ഹലോ സാർ, ഇന്നലെ നിങ്ങൾ പറഞ്ഞനുസരിച്ച് നോക്കുകയാണെങ്കിൽ മഴ മിനിഞ്ഞാന്നേ കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇന്നലെ ക്ലിയർ സ്കൈ അല്ലേ? എന്താ അങ്ങനെയല്ലേ? മാറ്റമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ റിപ്പോർട്ട് വിശ്വസിച്ച് ജില്ലയിലെ സ്കൂളുകൾക്ക് ഞാൻ അവധി കൊടുത്തില്ല. എന്നിട്ടോ ഇതുപോലൊരു മഴ ഇതുവരെ ഉണ്ടായിട്ടില്ല സാർ. ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു മഴ ഉണ്ടായിട്ടില്ല. ഓ എടോ, എന്റെ FB പേജ് ഹാങ് ആയിരിക്കുക. കുട്ടികളൊക്കെ ട്രോൾ ചെയ്തിട്ടേ. നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് വെച്ച് ഫോർകാസ്റ്റ് ചെയ്യാനല്ലേ സാർ പറ്റുള്ളൂ. അല്ലാതെ ഈ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ സാർ. മതി രവിയല്ലേ ഏടി? ആ രവിനാണ് സാർ. അയാളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ഈ ഫ്ലഡ് സിറ്റുവേഷൻ എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യാനാ. ഞാൻ പറയാം സാർ. അയാൾ ചായ കുടിക്കാനോ മറ്റോ പുറത്തു പോയതാ. അയാൾ വരുമ്പോൾ ഞാൻ പറയാം. സാർ കേട്ടല്ലോ, ഇപ്പൊ ക്ലാരിറ്റി കിട്ടിയോ? ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് ആ ദൂരദർശൻകാരുടെ തെറിയും കൂടെ കേട്ടിട്ട് പോ. വേണ്ട സാർ. ഹലോ. അതെ, ഇന്ന് മഴ പെയ്യൂ രവിയേട്ടാ? ഞാനിവിടെ 100 കാര്യങ്ങൾ. നീ വെച്ചിട്ട് പോയ. അങ്ങനെ ഫോൺ വെക്കാനൊന്നും പറ്റില്ല. ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് അടച്ചു പൂട്ടിയിരുന്നിട്ടേ എന്റെ തല അതിലും ചൂട് പിടിച്ചിരിക്കും. അതിന് ഞാൻ വിളിച്ചതേ ആ 2Cയിലെ ആൻസിയെ ഇന്ന് മുളക് കഴുകി. ആൻസിയുടെ മുളക് ഞാനും തമ്മിൽ എന്ത് വന്നു? അതെ, റൂഫ് ടോപ്പിലൊന്ന് ഉണക്കാൻ വെക്കാനായിരുന്നു. രവിയേട്ടനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറയാന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊരു ഗമയില്ല രവിയേട്ട. മഴ പെയ്യോ ഇന്ന്? ഇടിയും മിന്നലും ചേർന്നൊരു മഴ പെയ്യാനും. വേണ്ട, നാളെ തന്നെ വിടാം. ഇതങ്ങ് വെച്ച് താമസിപ്പിക്കണ്ട. ശരി, വെക്കണേ, പിന്നെ കാണാം. ഏതിൻ്റെ ഇടേ? ഡിവോഴ്സിന്റെ പേപ്പർ ഒപ്പിട. നീ അത് ഉറപ്പിച്ച? എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട്. അവള് വേറെ ഒരുത്തനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ഞാൻ അവളെ അഡ്ജസ്റ്റ് ചെയ്യാനാ. എന്നാലും ഒരു ബന്ധം മുറിച്ചു മാറ്റാന്ന് വെച്ചാ അളിയാ, മുറിക്കേണ്ടത് മുറിക്കുക തന്നെ വേണം. അതെ, അത് കറക്റ്റാണ്. ശാസ്ത്രം പുരോഗമിച്ച് അങ്ങ് ചൊവ്വയിലെ വെള്ളം വരെ കണ്ടുപിടിച്ചു. പക്ഷെ പെണ്ണിന്റെ മനസ്സ് കറക്റ്റാണ് സാർ. എടാ, നമ്മൾ ആണുങ്ങളെ മനസ്സ് തീരത്തെ കടൽ പോലെയാണ്. കുറെ ഒച്ചപ്പാടും പതയും തിരമാലകളെല്ലാം ഉണ്ടാകും. പക്ഷെ പെണ്ണുങ്ങളെ മനസ്സ് അങ്ങനെയല്ല. ഉൾക്കടലാണ്, ഉൾക്കടൽ. പുറമേ നോക്കുമ്പോൾ ശാന്തം, സുന്ദരം. പക്ഷെ അകത്തെന്തൊക്കെയാണെന്ന് ദൈവമേ. എന്നാലും അളിയ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട്. ഞാൻ ക്ലിയർ ആണ്. ഓക്കെ, എനിക്കിപ്പോ എന്ത്? ചീട്ടിറക്കും. 2 സെക്കൻഡ്, ഞാൻ താഴെ എത്തി. ഇതെന്താ പടി കയറി വരുന്ന ലിഫ്റ്റ്? ലിഫ്റ്റ് ഇല്ല, മെയിൻ്റനൻസ് വർക്ക്. 2 ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല. നടക്ക്. ഇന്നെന്താ നൈറ്റ് ഷിഫ്റ്റ് ആണോ? നമ്മൾക്ക് എന്ത് ഡേ നൈറ്റ്. ഒരു ലൈവ് കവറേജ് ഉണ്ട്. രാത്രി എന്ത് റോഡ് ഉപരോധമാണ് അത്രേ. നമ്മൾ പോണം. മോളിൽ നിന്നുള്ള ഓർഡർ. പോട്ടെ. റിപ്പോർട്ടർ കാർ റോദൻ. ഉവ്വ്.